ചിരിയുടെ തമ്പുരാക്കന്മാർ ഒരുമിക്കുന്ന ഒരു ചിത്രം. അതാണ് കിങ് ലെയർ എന്ന സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം. മലയാളികളുടെ നിർത്താതെ ചിരി കണ്ട് വിജയിച്ച ചിത്രങ്ങളുടെ തമ്പുരാക്കന്മാരായ സിദ്ദീഖും ലാലും 22 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഒരുമിക്കുന്നു. ഒപ്പം കോമഡി വേഷങ്ങളിലെ അനായാസതകൾക്ക് പേരുകേട്ട ജനപ്രിയ നായകൻ ദിലീപും പോരെ തിയേറ്ററുകൾ പൂരപ്പറമ്പാകാൻ. അതിനെ സാധൂകരിക്കുന്ന വമ്പൻ തുടക്കമാണ് ഈ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നതും. പക്ഷേ അതിനുമപ്പുറം ഒരു മികച്ച ചിത്രമാണ് കിങ് ലെയർ എന്ന് പറയാൻ പറ്റുന്നില്ല. കുറച്ച് സമയം എല്ലാം മറന്ന് പൊട്ടിച്ചിരിക്കാനാണെങ്കിൽ, കുടുംബത്തോടൊപ്പം കുറച്ച് സമയം സന്തോഷപൂർവ്വം ചിലവഴിക്കാനാണെങ്കിലും തീർച്ചയായും ഈ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം. അല്ല, മികച്ച സിനിമകളെ കാണൂ എന്നുണ്ടെങ്കിൽ നിരാശയാകും ഫലം. അത് പറയുമ്പോഴും ചിത്രം കുറച്ച് ചിരികൾ നമ്മുടെ ചുണ്ടത്ത് ബാക്കി വെച്ചിട്ടുണ്ടാകും. അക്കാര്യത്തിൽ ചിത്രം വിജയിച്ചിരിക്കുന്നു. കുഴപ്പമില്ല എന്ന് പറയുന്ന ദിലീപ് ചിത്രങ്ങൾ പോലും സാമ്പത്തികമായ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്ന ഈ സമയത്ത് കിങ് ലെയർ നിർമ്മാതാവിനെ കരയിപ്പിക്കുന്നില്ല. പെരുന്നുണയനായ സത്യനാരായണൻ എന്ന യുവാവിൻ്റെ കഥയാണിത്. വിദ്യാഭ്യാസം കുറഞ്ഞവനാണെങ്കിലും അതിബുദ്ധിമാനാണ് അദ്ദേഹം. ഏതുവിധേനയും ഉദ്ദിഷ്ടകാര്യങ്ങൾ നിർവഹിക്കുവാനായി ധാരാളം കള്ളങ്ങൾ ചെയ്യുന്ന സത്യനാരായണൻ തൻ്റെ ഇഷ്ടപ്രാണേശ്വരിയായി കണ്ടുമുട്ടുന്നതിലൂടെയാണ് കഥ നീങ്ങുന്നത്. നുണകൾ കൊണ്ട് വേലികെട്ടി അതിന്മേലിരുന്ന് ലാഭം കൊയ്യുന്ന സത്യനാരായണനായ ദിലീപ് പതിവ് പോലെ മികച്ചു നിന്നു. പതിവ് സിദ്ദീഖ് ലാൽ ചിത്രങ്ങളിൽ നർമ്മം ചാലിച്ചാണ് കയ്യടി മേടിച്ചിരുന്നതെങ്കിൽ ഇവിടെ കോമഡി രംഗങ്ങൾക്കിടയിൽ കഥ ചേർത്ത് വെച്ചാണ് കയ്യടി മേടിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത്. നായികയായി എത്തിയ മഡോണ സുന്ദരിയായിരിക്കുന്നു, പക്ഷേ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് നശിപ്പിച്ചില്ലേ. നായകൻ്റെ സന്തത സഹചാരി ആൻ്റപ്പൻ എന്ന കഥാപാത്രത്തെ ബാലു വർഗീസ് അവതരിപ്പിച്ചു. ഒരു രംഗത്ത് പോലും വെറുപ്പിക്കാതെ വളരെ നന്നായി തന്നെ ബാലു വർഗീസ് തൻ്റെ വേഷം ചെയ്തു. പുഷ്പകുമാർ എന്ന കോമഡി കഥാപാത്രത്തെ ഹരീഷ് KR അവതരിപ്പിച്ചു. പതിവ് പോലെ ഗംഭീര കൗണ്ടറുകളായിരുന്നു. ആനന്ദ് വർമ്മ എന്ന കഥാപാത്രത്തെ ലാലും അദ്ദേഹത്തിൻ്റെ ബിസിനസ് പാർട്ട്ണറും സഹധർമ്മിണിയുമായ ദേവിക വർമ്മ എന്ന കഥാപാത്രത്തെ ആശാ ശരത്തും അവതരിപ്പിച്ചു. ബിപിൻ ചന്ദ്രൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൻ്റെ തിരക്കഥ സിദ്ദീഖും സംവിധാനം ലാലുമാണ് നിർവഹിച്ചിരിക്കുന്നത്. പൂർണ്ണമായും ഒരു ദിലീപിൻ്റെ തോളിലേറിയാണ് സിനിമ. അവധിക്കാലത്ത് ഈ ചിരിയുടെ ഉത്സവമാണ് മനസ്സിലെങ്കിൽ ധൈര്യമായി കാണാം ഈ രാജനുണയനെ. ചിത്രത്തിൻ്റെ ആദ്യ പകുതിയിൽ ചിരിച്ചാർത്ത പ്രേക്ഷകർ തന്നെ അതിൻ്റെ തെളിവ്. ബുദ്ധിജീവി നാട്യങ്ങൾ മാറ്റി നിർത്തി ചിരിച്ച് കണ്ടുപോരാവുന്ന ഒരു സിനിമ.